ഓണാഘോഷം ഓരോ നാട്ടിൻ്റെയുമാണ്. അങ്ങനെ ഉദിനൂർ നാട്ടിലെ ഓണാഘോഷം അറിയാൻ വേണ്ടി എത്തിയതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയെ കാണാനാണ് എത്തിയത്. അപ്പോൾ അതിഥി വീട്ടിലില്ല, സ്കൂട്ടറിൽ ഇങ്ങനെ നാട്ടിലൊക്കെ കറങ്ങി എത്തിയാണ് നമ്മുടെ സ്വന്തം കുഞ്ഞികൃഷ്ണൻ മാഷ്. പക്ഷേ എങ്ങോട്ടാണ് ഈ ഓണത്തിന് രാവിലെ പോയത്? നമ്മളെ വായനശാലയിൽ ഓണാഘോഷം കുട്ടികളുടെ പരിപാടി രാവിലെ തുടങ്ങി. രാവിലെ ഉണ്ട്, പൂക്കള മത്സരം മുതൽ എല്ലാ പരിപാടികളും ഉണ്ട്. അപ്പം നാട്ടിലെ ഓണം ഇങ്ങനെ കണ്ടറിയാണ്. അപ്പോൾ നാട്ടോണം. അപ്പോൾ വഴിയിൽ നിർത്തുന്നില്ല, മാഷ് എന്തായാലും വീട്ടിലേക്ക് കയറും. പക്ഷെ ഇപ്പോൾ ഓണ ദിവസം വന്നത് തന്നെ മഷിയുടെ ഓണവിശേഷങ്ങൾ, ഉദിനൂറിൻ്റെ ഓണവിശേഷങ്ങൾ അറിയാനാണ്. എങ്ങനെയുണ്ട് ഓണം? നല്ല ഓണം, പക്ഷെ മഴ വല്ലാണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. ഗ്രൗണ്ട് നിറയെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രയാസമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഓണാഘോഷം നല്ല നിലയിൽ നടത്താൻ വേണ്ടി തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത്തവണ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഷൂട്ടിൻ്റെ തിരക്കിനിടയിലൊക്കെ വന്നതാണ്. ഷൂട്ട് ഇന്നലെ കഴിഞ്ഞു. കാലൻ്റെ തങ്കക്കുടം ഷൂട്ട് കഴിഞ്ഞു. പുതിയ പടത്തിൻ്റെ ഷൂട്ട് പാക്കപ്പായി. അപ്പോൾ ഉത്രാടം, ഓണം, തിരുവോണം നമ്മുടെ നാട്ടിൽ. മാഷ് ഓരോ സിനിമ പറയുമ്പോഴും എൻ്റെ ഒരു കൗതുകം എത്രാമത്തെ സിനിമ എന്നുള്ളതാണ്. ഇതിപ്പോൾ 32ാമത്തെ സിനിമയാണ് ഇപ്പോൾ ചെയ്തത്. മാഷ് എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുമ്പാണല്ലേ സിനിമയിലേക്ക് വന്നതിൻ്റെ 4ാം വാർഷികം. മാഷ് അത് ഫേസ്ബുക്ക് വഴി ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആഗസ്റ്റ് 11 അത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ആഗസ്റ്റ് 11. അപ്പോൾ അതുകൊണ്ട് അത് എന്തായാലും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലെല്ലാം അറിയിക്കണം എന്നുള്ള സന്തോഷമുണ്ട്. നാട്ടുകാർ തരുന്നൊരു സ്നേഹമുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഈ പഴയകാല ഓർമ്മകൾ എന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ എല്ലാ ദിവസവും മനുഷ്യന്മാർക്ക് ഓണാണ്. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം എന്നൊക്കെ പറയുന്നത്. മാഷിൻ്റെ ഒരു പഴയ കാലത്തിലെ ഓർമ്മയിലെ ഓണം എങ്ങനെയായിരുന്നു? പിന്നെ ഓണം സമ്പൂർണ്ണമായും ഓണം ആഘോഷിക്കുന്നവരുണ്ടെന്നുള്ള അഭിപ്രായം നമുക്കില്ല. കാരണം എന്നാൽ ഓണം ആഘോഷിക്കാൻ കഴിയാത്ത ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ 100% ആളുകൾക്കും വീട് കിട്ടണമെന്ന് ആഗ്രഹിച്ച് ലൈഫ് ഭവന പദ്ധതിയിൽ ആരംഭിച്ചെങ്കിൽ പോലും ഇന്നും 100% ആളുകൾക്ക് വീടുണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയുണ്ട്. കയറി കിടക്കാൻ ഇടമില്ലാത്ത ഒരുപാട് ആളുകൾ, അവരും കൂടി ഓണം ഉണ്ണുകയും അവർക്കൊക്കെ കിടപ്പാടം കിട്ടുകയും ചെയ്യുന്ന ഒരു കാലം വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഓണമാവുക, തിരുവോണമായി മാറുക. എല്ലാവർക്കും തിരുവോണത്തിൻ കോടിയുടുക്കാൻ ഒരുങ്ങുന്നു തെരുവിൻ മക്കൾ, അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ, വയറിൻ്റെ രാഗം കേട്ട് മയങ്ങുന്ന വാമനന്മാർ, അവർക്കോണക്കോടിയായി നീ വാ വാ. അപ്പോൾ ഈ തെരുവിൽ ഇറങ്ങുന്ന ബാല്യങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതുകൂടി ആവുമ്പോഴാണ് അവർക്ക് കൂടി ഓണക്കോടി കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് കൂടി കിടപ്പാടം കിട്ടാനുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്ന കാലത്താണ് നമ്മുടെ ഓണം. നമ്മളെ വലിയൊരു സ്വപ്നമാണ് ഓണം എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് തിരുവോണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മഹാബലി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ചർച്ച. നമ്മൾ അങ്ങനെ ഒരു സ്വപ്നം കാണുന്നു. എന്തെന്ന്, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും സുഖകരമായ ജീവിതം, സ്നേഹം, സന്തോഷം, കളവ്, ചതിവ്, തട്ടിപ്പ്, വെട്ടിപ്പ് ഒന്നുമില്ലാത്തൊരു നല്ല കാലത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നാടകകാലത്തിൻ്റെ ഒരു ഓർമ്മ എങ്ങനെയാണ്? പഴയൊരു ഓണക്കാലത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മാഷ്ക്ക്? നാടകം നമ്മൾ റിഹേഴ്സൽ എടുത്ത് 1 മാസം 1.5 മാസം റിഹേഴ്സൽ എടുത്ത് നാടകം കളിച്ചിട്ടുണ്ട്. തെരുവ് നാടകവും മറ്റുമെല്ലാം ഓണത്തിനും കളിച്ചിട്ടുണ്ട്, ഓണായ ദിവസം. പക്ഷേ ഓണത്തിന് തെരുവ് നാടകത്തിനേക്കാൾ ആളുകൾ താല്പര്യം ഇതുപോലെയുള്ള പരിപാടിയാണ്, നാടകത്തിന്. അതായത് അന്ന് എല്ലാവർക്കും കലാപരിപാടികൾ അവതരിപ്പിക്കാൻ, പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊരു അവസരമില്ല. അപ്പോൾ നാടകം എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ആൾ, ഒരു 5 6 അല്ലെങ്കിൽ 10 പേരോ ചേർന്ന് കളിക്കുന്നതല്ല നാടകം. ഇതാകുമ്പം നാട്ടിലെല്ലാവർക്കും കലാപരിപാടികൾ അവതരിപ്പിക്കാനൊരു അവസരം കിട്ടും. നബിദിനവും തിരുവോണമൊക്കെ അടുത്തടുത്ത് വരികയാണ്. തിരുവുകളില്ലാതെ മനുഷ്യർ ഒരുമിച്ച് ആഘോഷിക്കും. തീർച്ചയായും. ഇപ്പം ഞാൻ പടന്നയിൽ നബിദിന ഘോഷയാത്ര കടന്നു പോകുമ്പോൾ ഓരിയിലെ ആളുകളെല്ലാം ഒരു അമ്പലത്തിൻ്റെ പേരിൽ അവർക്ക് കുടിവെള്ളം മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി പോകുന്നു. അതാണ് സൗഹാർദ്ദം എന്ന് പറയുന്നത്. ഈ ഓണം ഇന്ന ആൾ മാത്രമേ ആഘോഷിക്കാൻ വേണ്ടി പാടുള്ളൂ, ഇന്ന ആൾക്കാരുടെയാണ് ഓണം, അതുകൊണ്ട് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി പാടില്ല എന്ന് ചില ആളുകളെങ്കിലും പറയുന്നൊരു കാലം വന്നില്ല. അത് വളരെ മോശമല്ലേ? ഓണം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ആരെയും അകറ്റി നിർത്തുന്നൊരു ഉത്സവമല്ല, എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരാഘോഷമാണ് ഓണം. സാധാരണ നമ്മളെ നാട്ടിൽ ഓണത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് പുറത്തുള്ളവർക്ക്, നമ്മുടെ കൂടെ ജൂലിയൻ സഹപ്രവർത്തകരൊക്കെ പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താണ് നോൺ വെജ് ഓണം അല്ലേ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണ്? ഇപ്പോൾ നമ്മളെ പ്രേക്ഷകരൊക്കെ ഭയങ്കര കൗതുകം ഉണ്ടാവും. കാസർഗോഡ് ജില്ലകളിൽ പച്ചക്കറി സദ്യ ഉണ്ടാവും, പച്ചക്കറി ഉണ്ടാവും, പക്ഷേ ചിക്കൻ ഇല്ലാതൊരു ഓണമില്ല.
ഇപ്പം മീൻ വാങ്ങിക്കുന്നവരുണ്ട്. ഇപ്പം മീൻ വില കൂടി. ഇന്നിപ്പോൾ 1 കിലോ മീൻ വാങ്ങിക്കണമെങ്കിൽ 1000 റുപ്യ വരെ അല്ലെങ്കിൽ 800 രൂപ വരെ കൊടുക്കേണ്ട അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ മത്സ്യത്തിലേക്ക് പോകില്ല. ഇത് ചിക്കനും വില കൂടി കേട്ടോ. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇപ്പോൾ ചിക്കന് 190 മറ്റുണ്ട് വില. ഇതവണ വിലക്കയറ്റം കുറച്ച് രൂക്ഷമായിട്ടുണ്ട്. വില അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ തിരക്കും വലിയ തിരക്കില്ല. ഇന്നിപ്പോൾ ഞാൻ പയ്യൻ്റെ പോയിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങോട്ട് കടക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അത്രയും തിരക്ക് കാണുന്നില്ല. ഏതായാലും കുഞ്ഞികൃഷ്ണ മാഷാണ് ഓണവിശേഷങ്ങൾ പങ്കുവച്ചത്. പഴയകാല ഓണത്തിൻ്റെ ഓർമ്മകൾ പങ്കുവച്ചു. അതോടൊപ്പം തന്നെ മാഷ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഓണ ദിവസം ഓർമ്മിപ്പിക്കുന്നത് തുല്യതയുടെയും സമത്വത്തിൻ്റെയും ഓണത്തെക്കുറിച്ചാണ്. എല്ലാവരും ഓണം ആഘോഷിക്കുന്ന ഒരു കാലത്തിലേക്കുള്ള യാത്രയിലാണ്. അതിൻ്റെ പൂർണ്ണതയിലെത്തട്ടെ എന്നാണ് മാഷി ഓണ ദിവസം ആശംസിക്കുന്നത്. അങ്ങനെ ഒരു സന്ദേശമാണ് മാഷ് നൽകുന്നത്. ഏതായാലും ഇത്രയും നേരം സംസാരിച്ചതിന് സന്തോഷം. എല്ലാ കൈരളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.